സ്നേഹം നിറഞ്ഞ ഈ സ്കൂളിൻ്റെ ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അഭ്യുദയകാംക്ഷികളെ, ഓക്സ്ഫോർഡ് സ്കൂള് തിങ്കളകരിക്കം 3ാമത് വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ സമാനതകളില്ലാത്ത ഒരു കുതിപ്പിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഈ വാർഷിക വേദിയിൽ നമ്മളെല്ലാവരും നിൽക്കുന്നത്. ഞാൻ ഈ കുറച്ച് മുമ്പ് നടന്ന ഈ സുരേഷ് സാറിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഹാങ് ഓവറിലാണ് ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ സ്കൂളിലേക്കൊരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ ആ ഗസ്റ്റിനെ കൊണ്ട് ആ സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമായിരിക്കും കൂടുതൽ സംസാരിക്കാനുള്ളത്. പക്ഷേ സമ്പൂർണമായ ഒരു വിദ്യാഭ്യാസ നയത്തിലെ പാളിച്ചകളും വികലമായ കാഴ്ചപ്പാടുകളുമാണ് അദ്ദേഹത്തിന് കിട്ടിയ കുറച്ച് സമയം കൊണ്ട് അദ്ദേഹം ഇവിടെ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് സ്ഫോടനാത്മകമായിട്ടാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്തത് എന്നുള്ളതാണ്. മാറി മാറി വരുന്ന ഗവൺമെന്റ്, അതൊക്കെ ഞാനായാലും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നണിയിൽ നിൽക്കുന്ന ഒരാളായാലും മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആവർത്തിച്ചും അനുവർത്തിച്ചും വരുന്ന വിദ്യാഭ്യാസത്തോടുള്ള വികലമായ നയങ്ങളും കാഴ്ചപ്പാടുകളും ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയുടെ ഇരകളാണ് ഇന്നത്തെ കുഞ്ഞുങ്ങളെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു പോയിരുന്നു. അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ നമ്മൾ ആരും ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഞങ്ങൾ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ മാറി നിൽക്കുന്ന പിന്നീടുള്ള കാര്യമാണ്. ഞങ്ങളും രക്ഷിതാക്കളാണ്, ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണ്. നമ്മൾ ആരും തന്നെ അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ വർഷമാണ് കേരള ഗവൺമെന്റ് എല്ലാ സ്കൂളുകളിലേക്കും വിദ്യാഭ്യാസത്തിൻ്റെതായ ഒരു മാർഗരേഖ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനകത്ത് ആക്ഷേപങ്ങളുള്ളവർക്ക്, തിരുത്തലുകളുള്ളവർക്ക് അത് തിരുത്താമെന്നും ആക്ഷേപങ്ങൾ സമർപ്പിക്കാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു മാർഗരേഖ തയ്യാറാക്കുന്നു. എത്ര രക്ഷിതാക്കൾ എത്ര സ്കൂളുകളിൽ അതിനെ ചർച്ച ചെയ്തു, എത്ര അധ്യാപകർ ചർച്ച ചെയ്തു, ഞങ്ങളൊക്കെ അതിനകത്ത് ചർച്ച ചെയ്തത്. പക്ഷേ ആ മാർഗരേഖ തന്നപ്പോൾ ആ മാർഗരേഖയിൽ വിശദമായ നമ്മുടെ സെൻസിനും ബുദ്ധിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചുള്ള ചില മാർഗരേഖകൾ മാത്രം, അതിൽ നിന്ന് പുതുതായി കണ്ടുപിടിക്കാൻ ഒന്നും കഴിയാത്ത തരത്തിലുള്ള മാർഗനിർദ്ദേശമാണ് നമുക്ക് തന്നത്. ആ നിർദ്ദേശങ്ങളിൽ നിന്ന് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് അതിൽ നിന്ന് ഇല്ലാത്തതായി നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നത്. പക്ഷേ ആ നിർദ്ദേശങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ നയമായി, പരിഷ്കാരമായി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ ഈ സ്കൂളിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു റോബോട്ടിക്സ് എക്സ്പോ നടന്നിരുന്നു. സ്വാഭാവികമായിട്ടും മറ്റ് സ്കൂളുകളെക്കാൾ വളരെ ബഹുദൂരം മുന്നിൽ നിന്നുകൊണ്ട് ഭാവിയെ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു വലിയ മുന്നൊരുക്കം ഓക്സ്ഫോർഡ് സ്കൂൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന ഇപ്പൊ നമ്മുടെ ചർച്ച AI കുറിച്ചാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെയും ഗുണങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ചാണ്. അപ്പൊ നമ്മൾ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ മാറ്റിവെക്കുന്നു. പക്ഷെ നമ്മൾ അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയും വേണം. അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു, നമുക്കാർക്ക് സമയമില്ലാത്തതിന്റെ പേരിൽ കുഞ്ഞുങ്ങളോട് സമ്മതിക്കാൻ സമയമില്ല, നമ്മുടെ മാതാപിതാക്കളോട് സമ്മതിക്കാൻ സമയമില്ല, നമ്മുടെ സഹോദരങ്ങളോട് സമ്മതിക്കാൻ സമയമില്ല, നമ്മുടെ ജീവിത പങ്കാളിയോട് സമ്മതിക്കാൻ സമയമില്ല എന്നുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി മലയാള മനോരമ പത്രങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു ചെറിയ കോളം വാർത്തകൾ വന്നു പോകുന്നുണ്ട്, ഒരു ആർട്ടിക്കിൾ വന്നു പോകുന്നുണ്ട്. കേൾക്കണം ഈ കുഞ്ഞു വിലാപങ്ങൾ എന്ന് പറഞ്ഞാണ് അതിന്റെ ആ ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അകത്തെ പേജിലോ പുറത്തെ പേജിലോ ഒരു ചെറിയ കോളമാണ്, ആ ഫ്രണ്ട് പേജിലെ കണ്ടാണ്. ഞാനത് തുടർച്ചയായി 3-4 ദിവസങ്ങളിൽ കൊണ്ടത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വീടുകളിലും കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസികവും അല്ലാത്തതുമായ പീഡനങ്ങൾ എന്താണ് പറയുന്നത്, അത് വളരെ നിസ്സഹായരായി ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ദീനവിലാപങ്ങൾ, അത് അടക്കി പിടിച്ച തേങ്ങലുകൾ, അതാണ് ആ വാർത്തകളിൽ വിശദീകരിക്കുന്നത്. നിങ്ങൾ 2-3 ദിവസം മുമ്പുള്ള പത്രങ്ങൾ അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള പത്രങ്ങൾ നോക്കിയാൽ ആ വിഷയങ്ങൾ അറിയാൻ പറ്റും. ആ ഇടത്താണ് സുരേഷ് സാർ പറഞ്ഞ്
ഏറ്റവും മികച്ച വിദ്യാർത്ഥിയെ നിങ്ങൾ ഇവിടുത്തെ സ്കൂളുകൾ സൃഷ്ടിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾ സൃഷ്ടിക്കുന്നതോടൊപ്പം നല്ല ഒരു മനുഷ്യനായി കൂടി സൃഷ്ടിക്കണം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂടി ഞങ്ങളെല്ലാവരും പറയുന്നത് നല്ല മനുഷ്യനായി കൂടി സൃഷ്ടിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. ഇപ്പോ നേരത്തെ സാർ സൂചിപ്പിച്ചിട്ടുള്ള ചില കൊലപാതകങ്ങളിൽ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് മക്കളാൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് അമ്മമാരാണ് എന്നുള്ളത് ഒരു നടുക്കുന്ന സത്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ചെറുപ്പക്കാരുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. അവര് 3 പേരും ഏറ്റവും പ്രധാനമായി അവരിരയാക്കപ്പെട്ടത് അവരുടെ അമ്മമാരാണ്. എന്തുകൊണ്ടാണ് അമ്മമാർ ഇരയാക്കപ്പെടുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അമ്മമാർ ശാസിച്ചപ്പോ ആ അമ്മമാരുടെ വാക്കുകൾ കേട്ട് അമ്മമാരെ പേടിച്ച് വീടിൽ കയറുന്ന ആൺമക്കളും പെൺമക്കളും പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നിടത്ത് നിന്ന് അതേ അമ്മമാർ പറഞ്ഞ അതേ വാക്കുകളിലും അതേ വികാരത്തോടും കൂടി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞപ്പോ ആ കുഞ്ഞുങ്ങളുടെ മനോവികാരം മറ്റൊന്നായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള മാനസികമായ ശേഷിയോ ബുദ്ധിപരമായ ശേഷിയോ ഇപ്പോഴത്തെ മാതാവിന് ഇല്ലാതെ പോയി എന്നിടത്താണ് കുഞ്ഞുങ്ങളുടെ കൊലക്കത്തിക്ക് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അമ്മമാർ ഇരയാകുന്നത് എന്നാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അമ്മമാര് മനസ്സിലാക്കേണ്ടത് നമ്മളെ സ്വന്തം കുഞ്ഞുങ്ങളെ അവിശ്വസിക്കണം എന്നല്ല, പക്ഷേ ഇപ്പോഴും പുതിയ തലമുറയിൽ നേരത്തെ പറഞ്ഞ ആൽഫ കുട്ടികളോട് സംവദിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടി ഇതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എപ്പോഴും അധിനിവേശങ്ങളും മറ്റു പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാമൂഹിക പ്രശ്നത്തോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതും നിസ്സംഗരായിരിക്കുന്ന കുറെ, നമ്മളെല്ലാവരും അങ്ങനെ നിസ്സംഗരായിരിക്കണം. എന്താണെന്ന് വെച്ചാൽ വന്യമൃഗ ശല്യമാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി നമ്മളിനെ അനുഭവിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ഇതുവരെ പന്നിയെയും മയിലിന്റെയും മലയണ്ണാന്റെയും ഒക്കെ പ്രശ്നമാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ മലയോര മേഖലയിലെ ജനം എന്ന് പറഞ്ഞ രീതിയിൽ കാട്ടാനയും കരിമ്പുലിയും കരടിയും കടുവയും ഒക്കെ ദൈനംദിനം നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മളെല്ലാവരും എന്താണ്, ഭരണകൂട വ്യത്യാസങ്ങളില്ലാതെ പാർട്ടികൾ വ്യത്യാസമില്ലാതെ ഒരു നമ്മുടെ ജീവിതത്തിലെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ, ഈ ലഹരിയെ പോലെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി വളരെ ശ്രദ്ധ ചെലുത്തിയില്ല എങ്കിൽ, അതും ഇതുപോലെ പത്രത്തിലുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ചോദിച്ചാൽ, നമ്മുടെ പൂർവികർ, നമ്മുടെ പിതാക്കന്മാർ ഇവിടെ വന്ന് പകർച്ചവ്യാധികളോടും വന്യമൃഗങ്ങളോടും പടവെട്ടി നമുക്കുണ്ടാക്കി തന്ന സമ്പത്ത് മുഴുവൻ ഉപേക്ഷിച്ച്, നമ്മൾ ഈ കിടക്കാടം ഉപേക്ഷിച്ച് നമ്മൾ ഇവിടെ നിന്ന് പലായനം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്നെത്തി നിൽക്കുമ്പോൾ എല്ലാം വിചിന്തനീയമായി നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവണം, നമ്മുടെ ചിന്തകളിൽ ഉണ്ടാകണം. ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ, താഴെത്തട്ടിലുള്ള ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ വളരെ നിസ്സഹായരാണ്. ജനകീയ കൂട്ടായ്മകളും ജനകീയ സംവാദങ്ങളും ഇല്ല എങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ സമ്പത്തും സ്വത്തും ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ പെടും എന്നുള്ളതാണ്. ഏതായാലും ഓക്സ്ഫോർഡ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തോടു കൂടി ഞാൻ അതാണ് പറഞ്ഞത്, സമാനതകളില്ലാത്ത കുതിപ്പിന് സാക്ഷ്യം വഹിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഈ സ്ഥാപനം എന്നുള്ളത്. വെറും 3 വർഷം കൊണ്ട് 26 കുട്ടികളിൽ നിന്ന് 256 കുട്ടികളിലേക്കും റോബോട്ടിക് എക്സ്പോ പോലെയുള്ള ഭാവിയെ കരുപ്പിടിപ്പിക്കുന്ന ആ തരത്തിലുള്ള എക്സിബിഷനുകളും സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്കൂളിലെ കുട്ടികളുടെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, അതോടൊപ്പം ജേക്കബ് സാർ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും എല്ലാത്തിലും A+ പഠിക്കുന്നു, എല്ലാ കുട്ടികളും ജയിക്കുന്നു, എല്ലാ കുട്ടികളും ഉപരിപഠനത്തിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ഫ്ലെക്സുകൾ വെക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സംഘടനകൾ ജയിക്കുന്ന കുട്ടികളുടെ എല്ലാം ഫ്ലെക്സുകൾ വെക്കുന്നു. പക്ഷേ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം റോണി എബ്രഹാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള മെലീസ എന്ന് പറയുന്ന ഒരു ആളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ അദ്ദേഹം കൂടിയാണ് എന്റെ വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങള് കുടുംബസമേതം ഞങ്ങളൊരു യാത്ര പോകാറുണ്ട്. പക്ഷെ മെലീസ വരുമ്പോൾ മെലീസ എന്ത് ചെയ്യാറുണ്ട്, വാദവരാതെ സംസാരിക്കും. പക്ഷെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ മെലീസയോട് സംസാരിക്കാനുള്ള, തിരിച്ച് സംസാരിക്കാനുള്ള ഒരു ത്രാണി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഒഴുക്കും ഒരു ഫ്ലുവൻസിയും എന്റെ കയ്യിലില്ല എന്നുള്ളതാണ്. അതിപ്പോ എന്റെ ഭാര്യയുടെ കയ്യിലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഞങ്ങളെ ബാധിക്കുന്ന, നമ്മളെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്നുള്ളത്. ജർമ്മൻ പഠിക്കണം, ഫ്രഞ്ച് പഠിക്കണം, അതുപോലെ തന്നെയുള്ള വിദേശ രാജ്യങ്ങളിലെ മുഴുവൻ ഭാഷകളും പഠിക്കണം. അത് പഠിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട്
പഠിക്കാൻ നിന്നാൽ, ജോലിക്ക് വേണ്ടി പഠിക്കാൻ നിന്നാൽ അതൊരു കാലത്തും നടക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ, ജേക്കബ് സാറ് പറഞ്ഞതുപോലെ പരാജയത്തിൽ നിന്ന് പരാജയത്തിൽ ഒരുപാട് വട്ടം പരാജയപ്പെട്ടിട്ട് 5, 6, 7 തവണയും പരാജയപ്പെട്ട് 10ാം തവണയും 11ാം തവണയും ലക്ഷങ്ങൾ മുടക്കി വീണ്ടും വീണ്ടും പഠിച്ച് ജയിക്കേണ്ട സാഹചര്യമാണുള്ളത്. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയും അതിനുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ വളരെ ചെറിയ പ്രായത്തിലെ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ഈ വിദേശ ഭാഷകളിലും കൂടി നൈപുണ്യം നൽകിയാൽ, ഭാഷാ പ്രാവീണ്യം നൽകിയാൽ, അത് ഈ സ്കൂള്, ഈ കുളത്തൂപ്പുഴയിലെ ഒരു തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതമായിരിക്കും എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ സ്കൂളിന് ഈ 3ാം വാർഷിക വേളയിൽ ഹൃദ്യമായ രീതിയിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി എല്ലാവിധമായ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഈ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും, സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും, ഈ കുരുന്നുകൾക്ക് അതിൽ ഒരാൾ, അതാണ് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയത്, ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ പുഞ്ചിരിച്ചു കൊണ്ടുവന്ന് ഈ ലോകം മുഴുവൻ ആ പുഞ്ചിരിയിലേക്ക് ഒതുക്കുന്ന, അല്ലെങ്കിൽ നാം തരുന്ന, അല്ലെങ്കിൽ ഒരു കാണുന്ന ആ കുഞ്ഞിനെ കാണുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു കുഞ്ഞിനെ ഞാൻ ഇവിടെ കാണുകയുണ്ടായി. അതിന്റെ ചിരിയിൽ നമ്മളെന്താ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഉള്ളം സന്തോഷം കൊണ്ട് മുഖരിതമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളെ അത്രമേൽ ഹൃദ്യമായി പുഞ്ചിരിക്കാനും ആ പുഞ്ചിരി അവന്റെ ജീവിതത്തിലുടനീളം മാതാപിതാക്കൾ എന്നുള്ളതിൽ നമുക്ക് തരാനും ഈ സമൂഹത്തിന് തരാനും അവനെ പഠിപ്പിച്ച അധ്യാപകർക്ക് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ആ പ്രയത്നങ്ങളാവട്ടെ ഇനി അങ്ങോട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ PP സുരേഷ് സാർ നൽകിയ ആ ഒരു സ്ഫോടനാത്മകമായ ആ പ്രസംഗം നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും ശ്രമങ്ങൾ, പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് സ്കൂളിലെ അധ്യാപകർക്ക് എടുക്കുന്ന എഫർട്ടിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി സമ്മാനിച്ചുകൊണ്ട് ഞാൻ അവിടെ ഒരു ചെറിയ സംരംഭം തുടങ്ങിയിരുന്നു, ഒരു ഹോട്ടൽ തുടങ്ങിയിരുന്നു, ജനപ്രാതിനിധ്യത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് കുറച്ച് ചെയ്യാൻ. അപ്പൊ ഞാനിന്ന് ഈ ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് അത് തുറന്നു വെച്ചാൽ സമയത്ത് എനിക്ക് ഈ സ്കൂളിന്റെ വാർഷിക ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല. ജേക്കബ് സാറും അനിൽ സാറും ഒക്കെ അടക്കം ഫോൺ വിളിച്ച് അദ്ദേഹം ഞങ്ങളോട് പേര് നോട്ടീസ് വെച്ച് കൃത്യമായി വരണം എന്ന് പറയുമ്പോൾ ഇതിന്റെ തുടക്കം മുതൽ കൂടെ സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ളതിൽ അത് ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആ സ്ഥാപനം അടച്ചിട്ടിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നന്ദി, നമസ്കാരം.